പിന്നെ എത്തി പൊളിച്ച് നമ്മ പിന്നെ ഗൈസ് നമ്മുടെ പോളോ GTS ആയിക്ക് നമുക്ക് പണി കിട്ടി. നമ്മളെ പോളോ പോലീസ് പിടിച്ച് ആകെ സീനായി ഗൈസ്. ഞാൻ ഇന്ന് ജംപ് ടെസ്റ്റ് നടത്തിയാലാണ് അറിയിക്കണുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ജംപ് ടെസ്റ്റ് നടത്താം. നമ്മൾ നേരെ ജംപ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഈ ഐലൻഡ് കഴിഞ്ഞു പോണ കാറാണ് പാസ്. യെസ് ഗൈസ്, ഐലൻഡ് മറ്റേ ഐലൻഡിൽ നിന്ന് നമ്മൾ ഈ ഐലൻഡിലോട്ട് എത്തിയപ്പോൾ നമ്മുടെ സുപ്ര കാറ് പാസ്സായി. അപ്പോൾ നമുക്ക് അടുത്ത കാറ് പാസ്സാക്കാനായിട്ട് നമുക്ക് എടുക്കാം. നേരെ നമ്മുടെ സുപ്ര കാറ് എന്താണ് എന്തിലാണെങ്കിലും പാസ്സായിട്ട് കിടിലായിട്ട് വെക്കും. അടുത്ത നമുക്ക് പാസ് നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ പോളോ GTS ആണ് ഗൈസ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോളോ GTS എടുത്തിട്ട് ഗൈസ് പോളോ GTS എടുത്ത് കാണാം ഗൈസ്. ഞാൻ അങ്ങനെ നമ്മുടെ പോളോ GTSന്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പോലീസ് ചെറുതായിട്ടൊന്ന് പിടിച്ച് ഗൈസ്, ഒരു കുരിപ്പ് കാരണമാണ് ഇത് സംഭവിച്ചത് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പോളോ GTS എടുക്കാം ഗൈസ്. നമ്മുടെ പോളോ GTS നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് പോളോ പതുക്കെ അങ്ങോട്ട് അനക്കിയെടുക്കാം. പതുക്കെ നമ്മുടെ പോളോ GTS നമുക്ക് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. നമുക്ക് മാപ്പിൽ സ്ഥലം നോക്കണം. മാപ്പിൽ ഇതേ നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ചെയ്യണമല്ലോ ഗൈസ്. നമ്മുടെ മാപ്പിൽ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഗൈസ് ഇവിടെയാണ് ഗൈസ് മാപ്പിൽ സ്ഥലം. കണ്ട ഗൈസ്, അവിടെ നമുക്ക് നേരെ വിട്ടു പോവാം. ലെഫ്റ്റിലോട്ടും റൈറ്റിലാണ് നമ്മുടെ വഴി കറക്റ്റാണ്. നമ്മുടെ വണ്ടി പറപ്പിക്കും. നമ്മുടെ പോളോക്ക് അധികം പവറില്ല, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ എടുക്കണം. നമ്മുടെ സുപ്രക്ക് നല്ല പവറാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു കിടിലൻ കാർ എടുക്കും. നമ്മുടെ മെയിനായിട്ടുള്ള സാധനം ഏതാണെന്ന് ഗൈസ് നിങ്ങൾക്ക് അറിയില്ലല്ലേ? നമ്മൾ ബുഗാട്ടി എടുക്കാൻ പോണേണ് ഗൈസ്. നമ്മുടെ ഈ പോളോ കുരിപ്പേ ഗൈസ്. അപ്പോൾ നമുക്ക് എൻജിൻ അപ്ഗ്രേഡിങ് എൻജിൻ മാത്രം ഫുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇതിലുള്ള മണി കുറേ കഴിഞ്ഞു. ഇനി നമുക്ക് പോളോ GTS ടെസ്റ്റ് ചെയ്യാം. പോളോക്ക് പുള്ളിങ് ഇല്ല അധികം. റിവേഴ്സിലിട്ടാലും മണിക്ക് ഇനീഷ്യൽ പുള്ളിങ് കുറവാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ പോളോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. പിന്നെ നമ്മൾ ഗിയറൊക്കെ സെറ്റായിട്ട് ഇടണം. കണ്ട ഗൈസ്, ഞാൻ പറപ്പിച്ചു വിടണേ. നമ്മുടെ പോളോക്ക് ഡീസൽ ഇല്ലാറായി ഗൈസ്. ഗൈസ് പോളോ മിക്കവാറും തോക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പോളോ ജയിക്കും എന്നുള്ളവർ കമൻറ്റ് ചെയ്യും ഗൈസ്. ഗെയിം ലാഗ് അടിച്ചിരിക്കുന്ന സമയമാണ്. ഗൈസ് തോറ്റു ഗൈസ് ഫാസ്റ്റായിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ വേറെ വണ്ടി ആക്കി ഗൈസ്. ഞാൻ സൂപ്പറെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൈസ് GTR എടുത്തു ഗൈസ്. സൂപ്പറെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചില സമയത്തൊരു കാർ ഉണ്ടാവും നമുക്ക് രക്ഷകനായിട്ട്. ആ കാറില്ല. പോണ വഴിക്ക് നമുക്ക് ഡീസൽ ഓടിക്കണം. ഡീസൽ പമ്പ് എവിടെയാണെന്ന് നമുക്കറിയില്ല. റിവേഴ്സ് കുറേ പോകാനുണ്ട് പമ്പിലോട്ട്. പിന്നെ ഗൈസ് നമ്മുടെ GTR നല്ല പവറുള്ളൊരു കാറാണ്. സൂപ്പറിൻ്റെ സെക്കൻഡ് GTR ആണ്. നമ്മുടെ മാൻഷന് നമ്മൾ പമ്പിലെത്തിയിട്ടുണ്ട്. കാറ് ഡീസൽ അടിക്കണം. ഏസിൻ്റെ ഡീസലൊക്കെ വേറെ സൈഡിലാണ് ഗൈസ്. കാരണം ജർമ്മൻ ടെക്നോളജി ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഡീസൽ അടിക്കാനുള്ള കാശില്ല. ബെസ്റ്റ് ഗൈസ്. ഡീസൽ അടിക്കാനുള്ള കാശില്ലാണ്ടാണ് ഗൈസ് ഞാൻ വന്നേക്കുന്നത് ഗൈസ്. ഡീസൽ അടിക്കാനുള്ള കാശ് ഞാൻ നേരത്തെ പോളോ അപ്ഗ്രേഡ് ചെയ്ത് തീർത്തു ഗൈസ്. നമുക്ക് റിച്ച് ഡെബിറ്ററെങ്കിലും കളിച്ചാലാണ് നമുക്ക് ഇത്തിരി ഡീസൽ അടിക്കാനുള്ള കാശെങ്കിലും കിട്ടുള്ളൂ ഗൈസ്. ആ കുരിപ്പ് കൊടുക്കണം. ചിരിക്കാനുണ്ട്. റിച്ച് ഡെബിറ്റർ കളിക്കണം. കുരിപ്പിനെ നമുക്ക് പൊളിക്കണ്ടേ ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് ആ കുരിപ്പിനെ നമുക്ക് തലക്കെട്ടടിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് സാധനമാണ് ഗൈസ്. ഗൈസ് നമ്മൾ ലിമിറ്റഡ് ആയിട്ടാണ് ഗൈസ് ഇതൊക്കെ ചെയ്യുന്നത്. റിച്ച് ഡെബിറ്റർ ഇത്തിരി സീനാണെന്ന് എനിക്ക് തോന്നുന്നു.
എന്താ എന്നെ അടിക്കാൻ പറ്റാ ഗൈസ് അവൻ നമ്മളടിക്കാൻ മതി ഡെപ്റ്റർ വച്ചു കേൾക്കോ വണ്ടിയിലോട്ട് ഡെപ്റ്റർ എന്താണ് വണ്ടി കിടന്ന് കാണിക്കണം നീ ശരി ഞാൻ വണ്ടിയിലൊക്കെ ഇറങ്ങിപ്പോണാണ് ഗൈസ് ഡീസലെങ്ങാനും പോണ വഴിക്ക് കഴിഞ്ഞാൽ പണി കിട്ടും ഗൈസ് അതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ട് വഴി പറപ്പിക്കണേ വണ്ടിക്കാണെങ്കിൽ മുടുത്ത സ്പീഡും ലാഗും ഗെയിമും ഒക്കെ ഭയങ്കര ലാഗാണ് Oh my god guys നിങ്ങൾ കണ്ട ഗൈസ് Oh my goodness guys Oh my goodness നമ്മുടെ GTR പണി മുടക്ക് സാധനം തന്നെയാണ് ഗൈസ് ഹാഫ് ടാങ്ക് ഡീസൽ ഉണ്ടായിരുന്ന വണ്ടിയാണ് ആദ്യം തന്നെ നമുക്ക് ഇത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വരൂലായിരുന്നു പ്രശ്നം ഡീസലിൻ്റെ അത് കാരണമാണ് ഞാൻ നല്ല കെയർലെസ് ആയിട്ട് കൊണ്ടുപിടിക്കണം വണ്ടിക്കാണെങ്കിൽ ഇത്തിരി ഡാമേജ് ഉണ്ട് പക്ഷേ വണ്ടീൻ്റെ എൻജിൻ ഡാമേജാണ് ഗ്യാസ് നോക്കി 20,000 രൂപ കിട്ടി ഇത്രയും മതി ഗൈസ് ധാരാളം വീട്ടിൽ പോകണ ഡീസൽ പോലും ഇല്ല ഗൈസ് നമുക്ക് ഗൈസ് നമ്മുടെ ആദ്യത്തെ വീട്ടിൽ പോലും എത്താനുള്ള ഡീസൽ ഇല്ല ഗൈസ് ഞാൻ എന്ത് ചെയ്യും ഗൈസ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും ഗൈസ് വണ്ടി ഓഫായി പോയാൽ നമുക്ക് വീഡിയോ നിർത്തേണ്ടി വരും ചിലപ്പോൾ ഗായ്സ് എത്തിയാൽ മതി അല്ല ഗായ്സ് എത്തിയാൽ പോയി അതിനുള്ള ഡീസൽ മതി നമുക്ക് എത്താനുള്ള ഡീസൽ Oh my god guys Oh my goodness ഗായ്സ് എന്ത് നല്ല കാര്യമായി പോയി ഗൈസ് എന്തോ നമ്മളെ കാത്ത് ഗൈസ് പവറേ നമ്മുടെ വണ്ടിയുടെ ഡീസലിന് നല്ല റേറ്റാണ് 50,000 തന്നെയാണ് ഗൈസ് എന്ത് പറയാനാണ് ഗൈസ് എന്ത് പറയാനാണ് നമ്മ എന്ത് ചെയ്യും ഗൈസ് ഞാനാണെങ്കിൽ വണ്ടീൻ്റെ ബാഗിൽ വലിയ കട സ്പോയിലർ വെച്ച് വണ്ടി ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് സെറ്റാക്കി വണ്ടി എടുക്കട്ടെ ഗൈസ് പറപ്പിക്കട്ടെ വൈവാകട്ടെ ഗൈസ് ഇനി ഗൈസ് നമ്മുടെ ജെം ടെസ്റ്റ് നമ്മുടെ നിസാൻ GTR സെറ്റാണ് ഗൈസ് സ്കൈലൈൻ GTR ആണ് നിസാൻ GTR മേടിക്കാനുള്ള കാശില്ല നമ്മുടെ അടുത്ത് അതുകൊണ്ട് ഞാൻ സ്കൈലൈനും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ് കണ്ട ഗൈസ് ആ വണ്ടിൻ്റെ ഒരു റോർ സൗണ്ടാണ് ഗൈസ് പൊളി ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വിടാം ഗൈസ് ശരി വടി മാറിപ്പോയി ഗൈസ് നമുക്ക് കുരിപ്പിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയാം ഗൈസ് കുരിപ്പേ സംസാരിച്ചോ സംസാരിക്കണ ഹലോ ഗൈസ് ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് വേറെ പോരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ടപ്പൂത്ത് വിളിക്കാത്തേ കണ്ട ഗൈസ് ഈ ടപ്പുച്ചക്കരെ കൊണ്ട് വലിയ ശല്യമാണ് ഗൈസ് ടപ്പു നമ്മുടെ വണ്ടിയൊക്കെ മോട്ടിച്ച് എന്തായിരുന്നു ഗൈസ് ടപ്പു നമ്മുടെ ഒക്കെ നശിപ്പിച്ചു ഗൈസ് പണിയായി ഇത് കിടക്കോ നിസാൻ GTR കടക്ക് ഇല്ല ഗൈസ് കടന്നില്ല ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ അത് നശിഞ്ഞു പോയി ഗൈസ് ഞാൻ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് കൊണ്ടുവരാൻ വെച്ച കാറാണ് ഇലക്ട്രിക് കാർ ഗൈസ് ഈ കുരിപ്പ് ഗൈസ് ആ കുരിപ്പ് കണ്ട ഗൈസ് ഞാൻ കുറച്ച് നേരത്തേക്ക് വീഡിയോ കുരിപ്പിനിട്ട് കൊടുക്കട്ടെ ഗൈസ് ഞാൻ കുരിപ്പിനിട്ട് കൊടുക്കാം കുരിപ്പ് സംസാരിച്ചോ തലക്കുരി ഗൈസ് അതില്ലേ ഗൈസ് അപ്പോൾ നമ്മൾ ജമ്പടിക്കാൻ പോണാണ് അതില്ലേ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഗൈസ് അപ്പോൾ നമ്മൾ ജമ്പടിച്ച് ഗൈസ് സീൻ ഗൈസ് നമ്മൾ ജമ്പടിച്ച് ഗൈസ് സീൻ ഗൈസ് നമ്മ BMW തോറ്റു ഗൈസ് ഷേ അടുത്ത കക്ഷി എടുക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ മെയിൻ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ബുഗാട്ടി വൈറോൺ ഇത് ഇത്തിരി സീൻ സൗണ്ടൊക്കെ ആയിരിക്കും പൊളി വണ്ടിയാണ് കണ്ട ഒച്ചയൊക്കെ കണ്ട പവറാണ് കണ്ട ഗൈസ് സ്പോയിലറൊക്കെ പൊങ്ങണ ടൈപ്പ് വണ്ടിയാണ്
ഗൈസ് നൈസിൽ ഞാൻ വണ്ടി ഇടിച്ചു ഗൈസ്. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഡീസൽ അധികം ഇല്ല. വണ്ടി ഓഫ് ചെയ്ത് സെറ്റാക്കി അമ്മ ഇറങ്ങി വണ്ടിയിൽ നിന്ന്. ബെസ്റ്റ് ഗൈസ്. വണ്ടീൻ്റെ ഫ്യൂവലിൻ്റെ സാധനം ഇപ്പുറത്തല്ല, അപ്പുറത്താണ്. ഈ വണ്ടിക്ക് ഫ്യൂൽ ടാങ്ക് അപ്പുറത്താണ് ഗൈസ്. 800 എത്രങ്ങാണ്ട് 8550 രൂപ ബുഗാട്ടിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയതാണ്. ഈ വണ്ടിക്ക് സ്പോയിലർ ഓൺ ആക്കിയിട്ടേക്കാം. ഞാൻ ആലോചിക്കുന്ന ഈ വണ്ടിക്ക് ഈ സ്പോയിലർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്പോയിലർ വെക്കാൻ പറ്റുമെന്നാണ്. ഐ ആം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഈ വണ്ടിക്ക് ആ സ്പോയിലർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്പോയിലർ വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. ബുഗാട്ടിക്ക് പിന്നെ ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഇത്രയും സ്പീഡ് അധികം വേറെ വണ്ടിക്കില്ല. ബുഗാട്ടിയാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഫാസ്റ്റ് വണ്ടി. ഇത് സുപ്രേനും സ്പീഡ് കയറും ഗൈസ്, അത് ഞങ്ങൾക്കറിയോ. സുപ്രയെ തോപ്പിക്കാനായിട്ട് ഇതിന് മാത്രമേ പറ്റുള്ളൂ ഗൈസ്. അതാണ് നൈസായിട്ട് വഴി മാറിപ്പോയല്ലോ. ബുഗാട്ടിക്ക് സ്പോയിലർ വെക്കാൻ പറ്റുമോ നോക്കാനുള്ള. ഞാൻ ഈ വണ്ടീൻ്റെ സ്റ്റോക്ക് സാധനം ഞാൻ ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തെന്നുള്ളൂ, കണ്ടില്ലേ ഗൈസ്. സ്റ്റോക്ക് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ്. ടർബോ വണ്ടിക്ക് ഇല്ല, ഇതില്ല ടർബോ ഇല്ല ഗൈസ്. നമുക്ക് ടർബോ ഒക്കെ വെക്കാം, പിന്നെ വെക്കാം ഗൈസ്. നമ്മളിപ്പോൾ ഇതിനു വേണ്ടി മാത്രം പെർഫോമിങ് ചെയ്യുന്ന ഒരു വണ്ടിയല്ലേ ഗൈസ്. പക്ഷേ ഗൈസ് ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. പോലീസ് ഗൈസ്, പോലീസ് കണ്ടം വഴി ഓടണം. മണ്ടം പോലീസിന് എന്താണ് ഗൈസ് അല്ലേ ഗൈസ്. പിന്നെ ഗൈസ് ഈ ചെറുക്കനില്ലേ ആ പോലീസിൻ്റെ മുമ്പിൽ നിന്നില്ലേ പറപ്പിച്ചിട്ട് നേരെ വെള്ളത്തിൽ കൊണ്ട് ചാടിച്ചു ഗൈസ്. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി പോയത് ഗൈസ്. ഈ വണ്ടിക്ക് എന്തെങ്കിലും വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇത് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും ഗൈസ്? കൊള്ളൂലായിരിക്കും. നമ്മുടെ എയറോഡൈനാമിക് ഡിസൈൻ പോവും. ഇതും വെച്ചാൽ കൊള്ളൂലായിരിക്കും. ഇത് ബോട്ടൊക്കെ ആരെങ്കിലും വെക്കും ഗൈസ്. ടാക്സി സൈൻ ലുക്കായിരിക്കും. പക്ഷേ കുറേ അമ്മമാരൊക്കെ വന്നിട്ട് ടാക്സി എന്നും പറഞ്ഞ് നടക്കും ഗൈസ്. അതാണ് ഗൈസ് വേറെ പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് സസ്പെൻഷൻ കുറക്കണ വേറൊരു പരിപാടി ഉണ്ട്, അത് നമുക്ക് ചെയ്താൽ പോരെ. നമ്മളുടെ സസ്പെൻഷൻ കുറക്കാനുള്ള കാശുമില്ല ഗായ്സ്. അപ്പോൾ നമുക്ക് കുരിപ്പിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയാം. ഒന്നും കൂടി കുരിപ്പേ സംസാരിച്ചോ ഗൈസ്. മറ്റേ ബ്ലൂ വണ്ടി എങ്ങനെയാണെന്ന് പോയാ എന്നെ പോലീസ് പിടിച്ചാൽ വന്നിട്ടേ ഞാൻ ഒറ്റ വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടും. വണ്ടി പോയി നമ്മുടെ. അതാണ് ഗൈസ്. കുരിപ്പുകളെ കൊണ്ടിട്ട് നിങ്ങൾക്ക് ശല്യം ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗൈസ്, കമന്റ് ചെയ്യുക. മാത്രമല്ല ഗൈസ് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം ഗൈസ്. ഇവന് സബ്സ്ക്രൈബ് എന്ന് പോലും അറിയാം. കണ്ട ഗൈസ്, ഞാൻ ആ വണ്ടി ഓടിക്കാൻ പോലെ ഇവന് ഇതേപോലെ അല്ല ഓടിച്ചത്. ഇവനിങ്ങനെയാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. ഗൈസ് ഞാൻ ഗിടുമായിട്ട് ഓടിക്കും ഗൈസ്. നമുക്ക് വണ്ടിയിൽ ടർബോയും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യണമായിരിക്കും നമുക്ക് നല്ലത്. ഓ ബോസ് കൊള്ളാല ഗൈസ്. അവൻ വെറുതെ ഇറങ്ങിക്കോളും. ശരി ഗൈസ്, ഷിഫ്റ്റ് ചെയ്യാൻ മറന്നുപോയി. എന്നെ പൊട്ടിക്കാനായിട്ട് ഒരുത്തരും നടക്കൂല. എൻ്റെ കയ്യിലുള്ള വണ്ടി ഏതാ? ബുഗാട്ടി 6th ഗിയറിലാണ് ആ സ്പീഡ് കയറുന്നത്. പക്ഷേ നമ്മുടെ സൂപ്പർ 5th ഗിയർ ആ സ്പീഡ് കയറും. കാരണം സൂപ്പറൊക്കെ 5 ഗിയറേ ഉള്ളൂ. അതാണ് ഗൈസ്. ഗൈസ് കണ്ടോ ഗൈസ്, ഞാൻ ഇത്തിരി വണ്ടിയിൽ RPM കൂടുതലായിട്ടാണ്. ഓക്കെ ഗൈസ്, ഒരു മിനിറ്റ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. വണ്ടി
വണ്ടി അങ്ങാണ്ട് ബേൺ ഔട്ട് ഓക്കെ നമുക്ക് ഡ്രാഗ് റേസ് അങ്ങോട്ട് ചെയ്താലാ ചെയ്യാം 3 2 1 ഡ്രാഗ് കണ്ട ഗൈസ് നമ്മുടെ പൂർഷ പൊട്ടിക്കുന്നോ പൂർഷ പൊട്ടിക്കാൻ പാടാ തൊപ്പിട്ടോ 4ാമത്തെ ഗിയറിലാണ് നിന്നെ പൊട്ടിക്കാൻ പോണ കണ്ട ഗൈസ് അവനൊക്കെ ഏത് നൂബ് നമ്മ പൊളി നമുക്ക് ഈ വണ്ടിയിൽ ഭയങ്കര സ്പീഡ് കിട്ടും പോകാൻ പറപ്പിക്കാൻ പോണാണ് ഗൈസ് ഈ വണ്ടി എന്തോന്നാലും ഞാൻ ഗ്യാരണ്ടി ഗൈസ് ക്രോസ് ചെയ്യും ചിലപ്പോൾ അതും കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ ക്രോസിംഗ് ലൈൻ കഴിഞ്ഞ് ഗൈസ് ബുഗാട്ടി സീൻ ഇന്നത്തെ വീഡിയോ എത്ര ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ.